സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. മാധ്യമങ്ങൾക്ക് കൂച്ചുവിലങ്ങാകുമെന്ന് ആശങ്ക ഉയർന്നത് വസ്തുതാ പരിശോധന യൂണിറ്റ് സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ബോംബെ ഹൈക്കോടതി തടഞ്ഞു. 2023 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഓൺലൈനിലെ വ്യാജ വാർത്ത തടയാനുള്ള ഇൻഫർമേഷൻ ടെക്നോളജി നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വ്യക്തമാക്കി. സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കമ്ര നൽകിയ ഹർജിയിലാണ് നടപടി. ഇത് കേന്ദ്രത്തിന് വൻ തിരിച്ചടിയായി. IT നിയമ ഭേദഗതി ഭരണഘടനയുടെ 14-19 അനുച്ഛേദത്തിന് വിരുദ്ധമാണെന്ന് ജസ്റ്റിസ് S. ചന്ദൂർക്കർ പറഞ്ഞു. IT നിയമത്തിൽ പറയുന്ന വ്യാജം, തെറ്റ്, തെറ്റിദ്ധരിപ്പിക്കുന്നത് തുടങ്ങിയ വാക്കുകൾ കൃത്യതയില്ലാത്തതും മതിയായ നിർവചനമില്ലാത്തതിനാൽ ശരിയല്ലാത്തതുമാണെന്ന് കോടതി തുടർന്നു. ഈ കേസിൽ ജനുവരിയിൽ ബോംബെ ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് ഭിന്നവിധി പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് വീണ്ടും മൂന്നാമതൊരു ജഡ്ജി മുമ്പാകെ പരിഗണനയ്ക്കെത്തിയത്. കേസ് നടക്കുന്നതിനിടെ വസ്തുതാ പരിശോധന യൂണിറ്റ് പ്രഖ്യാപനം നടത്തിയ കേന്ദ്ര നടപടി മാർച്ചിൽ സുപ്രീം കോടതി തടഞ്ഞിരുന്നു. വിഷയത്തിന്റെ ഭരണഘടനാ സാധുത ബോംബെ ഹൈക്കോടതി തീർപ്പാക്കും വരെ കേന്ദ്രത്തിന് തീരുമാനവുമായി മുന്നോട്ടു പോകാനാകില്ല എന്ന് അന്ന് ഉന്നത കോടതി വ്യക്തമാക്കുകയുണ്ടായി. ജനുവരിയിൽ ബോംബെ ഹൈക്കോടതിയിൽ ജസ്റ്റിസുമാരായ ഗൗതം പട്ടേൽ, നീല ഗോഖലെ എന്നിവരുടെ ബെഞ്ചാണ് ഭിന്നവിധി എഴുതിയത്. ജസ്റ്റിസ് പട്ടേൽ നിയമം റദ്ദാക്കിയപ്പോൾ ഗോഖലെ നിയമം ശരിവെക്കുകയായിരുന്നു. ഇതിലെ നിയമങ്ങൾ സെൻസർഷിപ്പിന് തുല്യമാണെന്നായിരുന്നു ജസ്റ്റിസ് പട്ടേലിന്റെ അഭിപ്രായം.